രണ്ടാമത്തെ കാര്യം വറഅയ്തു ഇംറഅതൻ മുഅല്ലഖതൻ ബിലിസാനിഹാ വൽഹമീമു യുസബ്ബു അലൈഹാ വൽഹമീമു യുസബ്ബു ഫീ ഹൽഖിഹാ. അല്ലാഹുവിന്റെ ഹബീബ് കരയാനുള്ള കാരണമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അലിയേ, ഇസ്രാഇന്റെ രാത്രിയിൽ ഞാൻ രാപ്രയാണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നരകത്തിൽ മറ്റൊരു പെണ്ണിനെ എനിക്ക് കാണാൻ സാധിച്ചു. ആരാണ് ആ പെണ്ണ്? മുഅല്ലഖതൻ ബിലിസാനിഹാ, അവളുടെ നാവിനെ അല്ലാഹു പിടിച്ചു ബന്ധിച്ചു വെച്ചിട്ടുണ്ട്. അവളുടെ നാവിനെ അല്ലാഹു കെട്ടിവെച്ചിട്ടുണ്ട്. നരകത്തിലാണിത്, നരകത്തിലാണ് കെട്ടിവെച്ചിട്ടുള്ളത്. വൽഹമീമു യുസബ്ബു ഫീ ഹൽഖിഹാ, അവളുടെ തൊണ്ടയിലേക്ക് അല്ലാഹു ശക്തമായ ചൂടുള്ള ചീഞ്ചലങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മഅദല്ലാഹ്, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഇതൊക്കെ കഴിഞ്ഞു പോയ സംഭവങ്ങളല്ല, ഇന്ന് നടക്കുന്ന നമ്മുടെ പെണ്ണുങ്ങളുടെയൊക്കെ സംഭവം. അവർക്കുള്ള ശിക്ഷ അല്ലാഹു മുൻകൂട്ടി കാണിച്ചു കൊടുക്കാൻ. എന്തിനെന്നറിയാതെ, ഇത് കണ്ടിട്ടെങ്കിലും നമ്മുടെ മക്കള് മാറട്ടെ, ഇത് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ മക്കളിൽ ഒരു മാറ്റം വരട്ടെ എന്ന് കരുതി അള്ളാഹുവിന്റെ ഹബീബിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നാവിനെ പിടിച്ചു കെട്ടി അവളുടെ തൊണ്ടക്കുഴിയിലേക്ക് ശക്തമായ ചൂടുള്ള ചീഞ്ചലങ്ങൾ അള്ളാഹു ഒഴിക്കുകയാണ്, മാലാക്കമാർ ഒഴിക്കുകയാണ്. മദിനബിയേ മതി, എന്താണ് ഈ പെണ്ണ് ചെയ്ത കുറ്റമെന്ന് പറഞ്ഞു തരുമോ റസൂലേ? ഉപ്പാ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹാ നബി തങ്ങളെ പറയാൻ തുടങ്ങി. അൽ മുഅല്ലഖതു ബിലിസാനിഹാ, നാവിനെ ബന്ധിച്ചു വെച്ച് അവളുടെ തൊണ്ടക്കുഴിയിലേക്ക് ചീഞ്ചലങ്ങളെ അല്ലാഹു ഒഴിച്ചു കൊടുക്കുന്നത് ഏത് പെണ്ണിനെന്നറിയോ? കാനത്ത് തുഅ്ദി സൗജഹാ, ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണായിരുന്നു അത്, ഭർത്താവിനെ വിഷമിപ്പിക്കുന്ന പെണ്ണായിരുന്നു അത്. ജോലി കഴിഞ്ഞ് ജോലിയുടെ ഭാരം സഹിക്കാൻ കഴിയാതെ വീട്ടിലേക്ക് കടന്നു വന്നു. ഒന്ന് സുഖമായി കിടന്നുറങ്ങാനുള്ള നീയത്തോടെ കടന്നു വരുന്ന ഭാര്യ എന്ന വന്ന ഭർത്താവിന്റെ മുഖം നോക്കി പരാതിയുടെ പ്രളയം ഒഴുക്കുന്ന പെണ്ണേ, നിനക്കാണ് അല്ലാഹു ശിക്ഷ നൽകുന്നത്. ജോലിയുടെ ക്ഷീണമൊക്കെ കഴിഞ്ഞൊന്ന് ഉറങ്ങട്ടെ, കിടന്നുറങ്ങട്ടെ, ഒന്ന് സ്വസ്ഥമായി ജീവിക്കട്ടെ എന്ന് കരുതി വീട്ടിലേക്ക് വരുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഭാര്യ തുടങ്ങി പരാതികളുടെ പ്രളയങ്ങൾ. പരാതിയോട് പരാതി. ഞാൻ അത് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തില്ലല്ലോ, ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഫോൺ വിളിച്ചില്ലല്ലോ, അങ്ങനെ 100 കൂട്ടം പരാതികൾ. ഒരു പരാതി പെട്ടിയായി നീ മാറില്ല. കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടേ? കുറച്ചൊക്കെ നമ്മൾ കണ്ടറിയണ്ടേ? വിഷമങ്ങളൊക്കെ നമ്മൾ കുറച്ചൊക്കെ സഹിക്കണ്ടേ? ഈ സഹിക്കാതെ എങ്ങനെയാണ് സ്വർഗം ലഭിക്കുക? വബദനുൻ സാബിറുൻ അലൽ ബലാ, വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനുള്ള ശരീരമുണ്ടോ? പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ടെൻഷൻ ഉണ്ടാകുമ്പോൾ വേവലാതിപ്പെടാതെ, കുറ്റപ്പെടുത്താതെ, ഇതൊക്കെ അള്ളാഹുവിന്റെ കൽപ്പനയാണല്ലോ, ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണല്ലോ, ഞാൻ സഹിക്കട്ടെ എന്ന് പറഞ്ഞ് സഹിച്ചാലേ അള്ളാഹു സ്വർഗം നൽകുകയുള്ളൂ. അള്ളാഹുവിന്റെ ഹബീബ് പറയാൻ, കാനത്ത് തുഅ്ദി സൗജഹാ, ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണേ, നിനക്ക് സ്വർഗം നീ സ്വപ്നം കാണണ്ട. 2 മാസത്തെ അവധിക്ക് വേണ്ടി ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നതാണ്. പക്ഷേ 2 ആഴ്ച കഴിയുമ്പോഴേക്കും നാടുമടുത്തു, നാട്ടിലെ ഗൾഫിലേക്ക് തന്നെ തിരിച്ചുപോയി. എന്തേ പ്രശ്നം? ഇവളുടെ അടുത്ത് എനിക്ക് ജീവിക്കാൻ പറ്റൂല, ഇവളുടെ അടുത്ത് എനിക്ക് ജീവിക്കാൻ പറ്റൂല. 2 ആഴ്ച ആകുമ്പോഴേക്കും എടുക്കാൻ തുടങ്ങി. അടിപിടി കൂടാൻ, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. ഒരാവശ്യമില്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട, ആവശ്യമില്ലാത്ത ആണുങ്ങൾ സ്വപ്നത്തിന് പോലും ചിന്തിക്കാത്ത കാര്യം വെച്ചിട്ടാ ഭാര്യമാർ കുറ്റപ്പെടുത്തുക. അങ്ങനല്ലേ? അങ്ങനെ വീണ്ടും ഗൾഫിലേക്ക് തന്നെ തിരിച്ചുപോയി. ഇയാൾക്ക് എന്ത് ജീവിതമാണ്? ഇയാളുടെ പൈസ കൊണ്ട് നീ സുഖിക്കുന്നുണ്ട്, ഇയാൾ അയച്ചു തരുന്ന കറൻസികൾ കൊണ്ട് നീ അടിച്ചു പൊളിക്കുന്നുണ്ട്. നിനക്കിവിടെ ജീവിതം, അയാളവിടെ കഷ്ടപ്പെടുന്നത് നീ കണ്ടറിഞ്ഞോ? ഉംറക്ക് പോയപ്പോ നമ്മുടെ നാടിന്റെ തൊട്ടപ്പുറത്തുള്ളൊരു നാട്ടിലൊരു ചെറുപ്പക്കാരൻ എനിക്ക് കാണാൻ സാധിച്ചു. ഹൗസ് ഡ്രൈവറാണ്, പാവമാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ എവിടെയാണ്? ഞാൻ എവിടേക്ക് വരാം, പാവമാണ്. ഞാൻ പറഞ്ഞു, ഇന്ന സ്ഥലത്തുണ്ട്. നോക്കുമ്പോൾ ഒരുപാട് ദൂരമാണ്. ഞാൻ എവിടെ വന്നാൽ അറബിയുടെ ശകാരം കേൾക്കേണ്ടി വരും. അവിടെ വന്നാൽ
അറബിയുടെ ശകാരം കേൾക്കേണ്ടി വരും. എനിക്ക് പോകാനുള്ള സമയമായി. ഒന്ന് എണീറ്റിക്കൽ നമ്മൾക്ക്. സല്ലു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലി സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒരു 4 സലാത്ത് ചൊല്ലിയെങ്കിൽ 40 ദോഷം അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട്. അതറിഞ്ഞ ഞങ്ങൾക്ക്? ഒരു 4 സ്വലാത്ത് ചെല്ലുമ്പോ 40 തിന്മകൾ അല്ലാഹു പുറത്തു തന്നു. നമ്മൾ അതറിഞ്ഞോ? 40 ദോഷങ്ങൾ പുറത്തു തന്നു. 40 ദറജകൾ അല്ലാഹു ഉയർത്തി തന്നു. അല്ലാഹുവിന്റെ മാലാഖമാർ നമ്മൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലി. അതേപോലെ 40 നന്മകൾ അല്ലാഹു നമ്മുടെ ഏടിൽ എഴുതി വെച്ചു. ജീവിതത്തിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ 10 തിന്മകൾ അല്ലാഹു മായ്ച്ചു തരികയാണ്. 10 തിന്മകൾ അല്ലാഹു എഴുതി കളയുകയാണ്. കടങ്ങളൊക്കെ എഴുതി കളയൂലേ, തള്ളിക്കളയൂലേ? നമ്മുടെ വിജയമല്യ അല്ലെ, 900 കോടി 9000 കോടി അല്ലേ, 9000 കോടി കടം വാങ്ങി നാട്ടിൽ നിന്ന് ലണ്ടനിലേക്ക് ഒളിച്ചോടിയെന്നും ഒളിച്ചോടിയില്ല എന്നും ചർച്ച നടക്കുകയാണ്. എങ്കിലും അതിനു മുമ്പ് 6000 കോടി ഗവൺമെന്റ് എഴുതി തള്ളിയിട്ടുണ്ട്. 6000 കോടി. നമ്മളൊരു 100 രൂപ കൊടുക്കാൻ അങ്ങോട്ട് വൈകിയ പിന്നെ ജപ്തിയായി, പിന്നെ നോട്ടീസായി, പിന്നെ പിടിച്ചു വെക്കലായി, പിന്നെ കേസായി. സുബ്ഹാനല്ലാഹ്, പറയണോ? 6000 കോടി എഴുതി തള്ളി എന്ന് പറഞ്ഞ് ഇത് ആരുടെ പണമാണ്? പാവങ്ങളുടെ പണമാണ് ഇതൊക്കെ. എന്നിട്ട് 9000 കോടി വേറെ കടവുമായി നാട് വിട്ട് അവിടെ സുഖിച്ച് ജീവിക്കുക. അങ്ങനെ എഴുതി തള്ളുന്ന കൂട്ടത്തിൽപ്പെട്ട ദോഷങ്ങൾ, ചെറുദോഷങ്ങൾ, ഒരു സ്വലാത്ത് ചെല്ലുമ്പോ 10 ദോഷങ്ങൾ അല്ലാഹു എഴുതി തള്ളുമെന്നാണ്. അതേ ഒരു സ്വലാത്തിന് 10 നന്മകൾ അല്ലാഹു എഴുതി വെക്കും നമ്മൾക്ക്. അതേ സ്വലാത്തിന് 10 ദറജകൾ അല്ലാഹു നമ്മൾക്ക് ഉയർത്തിത്തരും. അതേപോലെ ഒരു മലക്കിനെ ഏൽപ്പിക്കും ഖിയാമത്ത് നാൾ വരെ നമ്മൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതൊക്കെ തമാശയല്ല, ഇതൊക്കെ കളിയല്ല, ഇതൊക്കെ ജീവിതത്തിൽ പതിവാക്കി സിനിമ പാട്ടൊക്കെ പാടി നടക്കുന്ന നിർത്ത് പൊന്നു സഹോദര. ചൂടോടെ എന്നൊക്കെ പാട്ട് പാടി എന്താ കാര്യം? അതൊക്കെ പാട്ടും പാടി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് എന്താ അതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടമുള്ളത്? അല്ലെങ്കിൽ ഈ സെൽഫി എടുത്ത ഫോട്ടോകൾ നമ്മളിങ്ങനെ പ്രചരിപ്പിച്ചിട്ട് എന്താ നേട്ടം? ഞാൻ പറയാൻ, ഈ ഒളിച്ചോട്ടങ്ങളുടെയോ അല്ലെങ്കിൽ ഈ അനാവശ്യങ്ങളുടെയോ ഇമേജുകളോ വീഡിയോകളോ നമ്മളായിട്ട് ഷെയർ ചെയ്യല്ല. അത് തെറ്റാണ്, കടുത്ത ഹറാമാണ് അതൊക്കെ. എന്തിനാണ് തിന്മകൾ പ്രചരിപ്പിക്കുന്നത്? തിന്മകൾ മറച്ചു വെക്കാനല്ലേ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്? തിന്മകൾ മറച്ചു വെക്കാനാണ്. നമ്മൾ തിന്മകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരിപ്പിക്കന്നെ. ആണ് വേറെ, പെണ്ണ് വേറെ. പിശാചിനൊരു പണിയില്ല, ശൈത്വാനിനൊരു പണിയില്ല, നോക്കി നിൽക്കുകയാണ്. പിശാചിന്റെ പ്രവർത്തനം നമ്മളങ്ങോട്ട് ഏറ്റെടുത്ത് വാട്സപ്പിലൂടെ തിന്മകൾ ഇങ്ങനെ പ്രചരിപ്പിച്ച് നടക്കരുത് ദയവ് ചെയ്ത്. ഒരു എന്ത് ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ നമ്മളായിട്ട് വാട്സപ്പിലൂടെ, ഗ്രൂപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ സോഷ്യൽ മീഡിയകളിലൂടെയോ ഒരു തെറ്റും നമ്മൾ പ്രചരിപ്പിക്കില്ല എന്നൊരു പ്രതിജ്ഞ നമ്മൾ എടുത്തോളണം. ഇല്ലെങ്കിൽ എത്ര കാലം നമ്മൾ പ്രചരിപ്പിച്ച ഒരു തിന്മ, അത് ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ, മീഡിയകളിൽ പ്രചരിക്കുന്ന കാലത്തോളം അതിന്റെ തിന്മകൾ നമ്മുടെ ഏടിൽ വന്നുകൊണ്ടേയിരിക്കും. അത് മറ്റൊരാൾ ഷെയർ ചെയ്യും, അതിനൊരാൾ ലൈക്ക് ചെയ്യുമ്പോൾ നിനക്ക് സന്തോഷമുണ്ട്. പക്ഷേ നിന്റെ ഏടുകളിൽ എഴുതി വെക്കുന്നത് തിന്മയാണ്. നീ അതിന്റെ കമന്റും ലൈക്കും നോക്കി നിൽക്കുകയാണ്. എന്റെ യാ അല്ലാഹ്, എന്റെ ഒരു ഇമേജ് എത്ര ആളാ ഷെയർ ചെയ്തത്, എത്ര ആളാ ലൈക്ക് ചെയ്തത്, എത്ര ആളാ കമന്റ് ചെയ്തത്. ഇനി ഒരു കമന്റും കിട്ടിയില്ലേ? മറ്റൊരാളുടെ ഇൻബോക്സിലേക്ക് മെസ്സേജ് ഒക്കെ, എടാ എന്റെ ഫോട്ടോക്കൊന്ന് ലൈക്ക് തരണേ. എന്തൊരു ബെഗ്ഗിങ് ആയി ഇതൊക്കെ. എന്തിനാണിത്? ഇവിടെ ഇതുകൊണ്ടൊക്കെ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുവോ? അതുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. തിന്മകൾക്കൊക്കെ ഈ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കരുത് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഏതായാലും ആ ചെറുപ്പക്കാരൻ അല്ലാത്ത ചെറുപ്പക്കാരനാണ്. 1500 റിയാൽ ശമ്പളമുള്ള ഒരു ചെറുപ്പക്കാരൻ. അതിൽ തന്നെ ഭക്ഷണത്തിന്റെ ചെലവ് സ്വന്തമായി ഏറ്റെടുക്കണം. അറബി എപ്പോഴാണ് വിളിക്കുന്നത് അപ്പോഴേക്കും ഓടിപ്പോവണം. ഞാൻ പറഞ്ഞു, നീ എവിടെ നിൽക്കും, ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഫോൺ നോക്കുന്നുണ്ട്. ഇടയ്ക്കിടെ അറബി വിളിക്കുന്നുണ്ടോ എന്ന് ഫോൺ നോക്കുന്നുണ്ട്. ഫോണിന്റെ ബാറ്ററി ഒന്ന് ഡൗൺ ആയപ്പോൾ പഠിക്കാൻ തുടങ്ങി. ഇതെങ്ങാനും സ്വിച്ച് ഓഫ് ആയി പോയാൽ പിന്നെ അറബിയുടെ ശകാരം ഞാൻ കേൾക്കേണ്ടി വരുമല്ലോ. ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനിടയിൽ എന്നോട് ചോദിക്കുകയാണ്, പർച്ചേസ് നടത്തിയോ, വല്ലതും വാങ്ങിത്തരണോ? ആർക്കാണ് അവർ വാങ്ങിത്തരുന്നത് സഹിക്കാൻ പറ്റുക?
നല്ല മനസ്സോടെ സ്വീകരിക്കാൻ പറ്റുക, ജീവിക്കാൻ വകയില്ലാതെ കുടുംബങ്ങളുടെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന പ്രവാസികളായ ആളുകൾ അവിടെ കഷ്ടപ്പെട്ട് ചോര നീരാക്കി ജോലി ചെയ്യുമ്പോ നമ്മൾ അതുകൊണ്ട് ഇവിടെ സുഖിച്ച് ജീവിക്കുകയാണ്. പെണ്ണേ, നിന്റെ ഭർത്താവ് അവിടെ അനുഭവിക്കുന്ന പീഡനങ്ങളുടെ കഥ നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു ടാക്സി ഡ്രൈവർ പറയാണ്, സാധേ, ഞാൻ രാവിലെ എണീക്കുന്നത് തന്നെ 200 റിയാൽ കടമായിട്ടാണ്. എല്ലാ ദിവസവും ഞാൻ എണീക്കുമ്പോൾ എനിക്ക് 200 റിയാൽ കടമാണ്. ഒരു റിയാലിന് 18 രൂപ, 100 റിയാലാകുമ്പോ 1800 രൂപ, 200 റിയാലാകുമ്പോ 3600 രൂപ കടവുമായിട്ടാണ് ഒരു ചെറുപ്പക്കാരൻ ദിവസവും എണീക്കുന്നത്. ഇത് കിട്ടിയിട്ട് വേണം അവന്റെ കിശയിലേക്ക് കാശ് പോവാൻ. 150 രൂപ ടാക്സിക്ക് അറബിക്ക് കൊടുക്കണം, 50 രൂപ എണ്ണയ്ക്കും വേണം. പിന്നെ എന്തെങ്കിലും കിട്ടിയാൽ എനിക്കായി, ഇല്ലെങ്കിൽ ഇല്ല. ആ ചെറുപ്പക്കാരൻ 6000 രൂപ ക്യാമറയുടെ ഫൈനാണ്. 6000 നമ്മുടെ നാട്ടിലെ 6000 രൂപയല്ല, 6000 റിയാൽ. എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്? അല്ലാഹു അലം. അല്ലാഹുവിന്റെ ജോലിയിലൊക്കെ ബർക്കത്ത് ചെയ്തിട്ട് വിഷമം തോന്നാണ്. വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത ബേജാറാവാണ്, വല്ലാത്ത വിഷമം തോന്നാണ്. ഇതൊക്കെ കാണാതെ, ഇതൊക്കെ തിരിച്ചറിയാതെ നമ്മുടെ പെണ്ണുങ്ങൾ ഇങ്ങനെ അടിച്ച് പൊളിക്കന്നെ. ഇവിടെ ടൗണായ ടൗണുകൾ, ഷോപ്പായ ഷോപ്പുകൾ. ഇവിടെ കേൾക്കാൻ സാധിച്ചത് കല്യാൺ സിൽക്സിൽ രാവിലെ പോയാൽ പിന്നെ വൈകുന്നേരം വരെ, രാത്രി വരെ തിരക്കന്നെയാണെന്ന്. ഫസ്റ്റ് ദിവസം തന്നെ 60 ലക്ഷത്തോളം കച്ചവടം എന്നാണ്. എന്താ ഇതിനു മുമ്പൊന്നും ഇവിടെ വസ്ത്രമില്ലാത്ത പ്രയാസം ഉണ്ടായിട്ടുണ്ടോ? ഒരു കല്യാൺ സിൽക്സ് വരുമ്പോഴേക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ തപസ്സരിക്കാൻ ഇതിനു മുമ്പ് ഇവിടെ ഷോപ്പൊന്നും ഉണ്ടായിട്ടില്ലേ? ഇവിടെ ഇതിനു മുമ്പൊക്കെ എല്ലാവരും വിവസ്ത്രരായി നടന്നതാണോ? എന്താണിത്? സമ്പത്ത് കൊണ്ട് അടിച്ചു പൊളിക്കല്ല, ദൂർത്തടിക്കല്ല. നിങ്ങളുടെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നാണയത്തൊട്ടുകൾ അള്ളാഹു നാളെ ചോദ്യം ചെയ്യുമെന്ന് പെണ്ണെ നീ കരുതിക്കോ. നാൾക്ക് ഓരോ വസ്ത്രം വേണല്ലേ, ദൈനംദിനം ഓരോ കുപ്പായം വേണമല്ലേ, ഓരോ ചെരുപ്പ് വേണമല്ലേ? ഇതിനൊക്കെ മറുപടി പറയണ്ടേ? ആ ഭർത്താക്കന്മാർ അവിടെ അനുഭവിക്കുന്ന ആ ഒരു പീഡന കഥ നീയൊന്ന് നിന്റെ കണ്ണുകൊണ്ട് കണ്ടാ പിന്നെ നീ ഒരു വർഷത്തിലൊരു വസ്ത്രമേ നീ ധരിക്കോ, നീ മനസ്സിലാക്കിക്കോ. ഇവിടെ സുഖിച്ച് ജീവിക്കാൻ, അവിടെയൊക്കെ മാന്യം നടക്കാൻ. എക്കണോമിക്കൽ ക്രൈസിസ്, ജോലി ഭീഷണിയിലാണ് പലരും. മൊബൈൽ ഷോപ്പുകൾ സ്വദേശിവൽക്കരണം നടത്താൻ. ആളുകളായ ജോലിക്കാർക്കൊക്കെ ലെറ്റർ വന്നു, നിങ്ങൾ ഒഴിഞ്ഞു പോയിക്കൊള്ളണം, ഇവിടെ നിൽക്കാൻ പാടില്ല. ആളുകളൊക്കെ ജോലിയുടെ ഭീഷണിയിലാണ്, ജോലി നഷ്ടപ്പെടുമോ എന്ന് ഭീഷണിയിലാണ്. ഇനി നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മാന്യം സംഭവിച്ച് ഇങ്ങോട്ട് വന്നാ പിന്നെ നീ വസ്ത്രം ധരിക്കോ? പിന്നെ നീ 100 പവനും 50 പവനും സാരിയൊക്കെ നടക്കോ? അതുകൊണ്ടൊന്ന് കൺട്രോൾ ചെയ്യേ, ചെലവഴിക്കുമ്പോ കൺട്രോൾ ചെയ്യേ. വെള്ളത്തിന്റെ കഥ പറയണ്ടല്ലോ, വെള്ളമില്ല. മാർച്ച് മാസമേ ആയിട്ടുള്ളൂ. ഏപ്രിൽ മെയ് 2 മാസം ഇനി ശക്തമായ ചൂട് വരാനുണ്ട്. വെള്ളമില്ല, എവിടെ നോക്കിയാലും വെള്ളമില്ല. നമ്മളിങ്ങനെ ദൂർത്തടിച്ച് വെള്ളം തീർക്കന്നെ. പണ്ട് കാലങ്ങളിൽ 5 പേര് കുടിക്കുന്ന വെള്ളമാണ് ഇന്ന് ഒരാൾക്കൊരു പാത്രം കഴുകാൻ ഉപയോഗിക്കുന്നത്. നമ്മളിത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു കിണ്ടി കൊണ്ടോ ഒരു കപ്പ് കൊണ്ടോ ഒരു കൂജ കൊണ്ടോ കുടിച്ചിരുന്ന നമ്മുടെ പഴയകാല ഉപ്പമാർ ഇന്നോ പൈപ്പ് ഇങ്ങനെ തിരിച്ചു വെക്കുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും കഴുകന്നെ. 200 ലിറ്റർ 400 ലിറ്റർ 1000 ലിറ്റർ ഒക്കെ ഒരു ദിവസത്തിൽ വെള്ളം ഉപയോഗിച്ച് തീർക്കുക. പൊന്നു സഹോദരി, ഒരു ദിവസം കഴിഞ്ഞു, ഒരു മാസം കഴിഞ്ഞു വെള്ളമില്ലാതെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾക്ക്? ശാസ്ത്രജ്ഞന്മാർ 2 ഓക്സിജനും ഹൈഡ്രജനും കൂടിയാൽ H2O അല്ലെ, വാട്ടർ എന്ന് പറഞ്ഞാൽ H2O. 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടിയാ വെള്ളം ഉണ്ടാക്കാം. ഇതുവരെ വെള്ളം ഉണ്ടാക്കിയോ? വെള്ളം ഉണ്ടായത് 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടിയിട്ടാണെന്ന് ശാസ്ത്രം പറയുന്നു. പക്ഷേ ഈ 2 ഹൈഡ്രജനും ഓക്സിജനും കൂട്ടി എവിടെയെങ്കിലും വെള്ളം ഉണ്ടാക്കി ചരിത്രം നിങ്ങൾ കേട്ടോ? വെള്ളം വലിയ വിഷയമാണ്, സൂക്ഷിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രവാസികളുടെ വിഷമം മനസ്സിലാക്കാതെ ഇവിടെ ദൂർത്തടിച്ച് ജീവിക്കല്ല. അതേപോലെ ചില സഹോദരങ്ങൾ ഇവിടെ നിന്ന് ഹൗസ് ഡ്രൈവറിന്റെ വിസ എടുത്ത് പോവാ, എന്നിട്ട് മാസത്തിൽ 1000 രൂപ അറബിക്ക് അങ്ങോട്ട് കൊടുക്കുക. എവിടെയെങ്കിലും ജോലി ചെയ്ത് 1000 റിയാൽ അറബിക്ക് കൊടുക്കുകയാണ്. 3-4 മാസമായി ശമ്പളമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ എന്നോട് പറഞ്ഞു, ഞാൻ ഈ ജോലി ഒഴിവാക്കി പോവാൻ. 1500 റിയാലുള്ളൊരു ചെറുപ്പക്കാരൻ പറയാ, ഞാൻ ഈ ജോലി ഒഴിവാക്കി പോവാൻ, ഇതൊന്നും തികയുന്നില്ല. അങ്ങനെ ഒഴിവാക്കി പോകുമ്പോ എന്നോടൊരു ചങ്ങാതി വന്നിട്ട് പറഞ്ഞു, എനിക്ക് തരുമോ നിങ്ങളുടെ ആ ജോലി എന്ന്. ഞാൻ പറഞ്ഞു, എന്തിന് 1500? അപ്പൊ അയാൾ പറഞ്ഞു, 1500 മാസത്തിൽ കിട്ടുമല്ലോ, എനിക്ക് 4 മാസമായിട്ട് ശമ്പളമേ കിട്ടിയിട്ടില്ല. ആഴ്ചയിൽ ഒരു 100 റിയാൽ തരും, പിന്നെ രണ്ടാമത് ചോദിക്കുമ്പോ പറയും കഴിഞ്ഞ ആഴ്ച തന്നതല്ലേ എന്ന്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ചോര നീരാക്കി വിയർപ്പൊലിപ്പിച്ച് ജീവിക്കുന്ന എത്രയോ പാവങ്ങളായ പ്രവാസികൾ, അവരെ നമ്മൾക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? അള്ളാഹു അവരുടെ ജോലിയിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ.
അള്ളാഹു അവരുടെ ജോലിയിലൊക്കെ ബർക്കത്ത് ചെന്നിട്ടും അവരുടെ സ്നേഹം വല്ലാത്ത സ്നേഹമാണ്. ഞങ്ങൾക്ക് വേണ്ടി പർച്ചേസ് ചെയ്ത് തരിക, ഞങ്ങൾക്ക് വസ്തുക്കൾ വാങ്ങിച്ചു തരിക, നമ്മളെ കാണാൻ വേണ്ടി ഓടി വരിക. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. അതുകൊണ്ട് പൊന്നു സഹോദരിമാരെ, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയാതെ ജീവിച്ചാൽ നമ്മൾക്ക് വരാനുള്ളത് അപകടമാണ്. രണ്ട് കാര്യം നമ്മളിവിടെ പറഞ്ഞു. ഒന്ന്, അള്ളാഹു മുടിയെ ബന്ധിച്ച് തല ഇങ്ങനെ തലച്ചോറ് തിളച്ചു മറിയുന്നത്, അത് ആളുകൾക്ക് മുടി കാണിച്ച് നടക്കുന്ന പെണ്ണാണ്. അവള് സൂക്ഷിക്കുക. മുടി പുറത്തിറങ്ങുമ്പോ എന്റെ മുടി കാണുന്നുണ്ടോ, ആളുകൾക്ക് ഇത് കാണാൻ അവസരമുണ്ടോ? ക്ലാസ്സിൽ ഇരിക്കാൻ നിന്റെ ക്ലാസ്മേറ്റ് നിന്നെ കന്യ പുരുഷനാണ്. നമ്മുടെ ക്ലാസ്മേറ്റ് ചങ്ങാതി ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പൊന്നു സഹോദരി, അതൊക്കെ ഹറാമാണ്. നമ്മൾ കരുതുന്നുണ്ടാക്കി ഇതൊക്കെ ബോയ് ഫ്രണ്ട് അല്ലേ. ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ആങ്ങളെയാണോ? ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഉപ്പയാണോ? ഒരു ബോയ് ഫ്രണ്ടും ഇല്ല. ഇങ്ങനെ ഒരു ബോയ് ഫ്രണ്ട് തന്നെയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചോണ്ട് പോയി ഓടിച്ചു കൊണ്ടുപോയത്. ഇങ്ങനെയുള്ള ബോയ് ഫ്രണ്ട് ഒന്നും ഹലാലല്ല, ഇത് ഹറാമാണ്. മുടി മറച്ചു വെക്ക. സ്കൂളിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും എവിടെയാണെങ്കിലും കല്യാണ മണ്ഡപങ്ങളിലാണെങ്കിലും. രണ്ടാമത്തേത്, നാവിനെ കെട്ടിവെച്ചത് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണാണ്. ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വരുന്ന ഭർത്താവിന് നീ സന്തോഷം നൽകുക. അല്ലദീ തസുറുഹു ഇദാ നളർ, ഒന്ന് നോക്കിയാൽ ഭാര്യയുടെ മുഖം നോക്കുമ്പോൾ സന്തോഷം തരുന്ന ഭാര്യയാണോ, ആ ഭാര്യ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിഷമങ്ങളുമായി പ്രയാസങ്ങളുമായി വീട്ടിലേക്ക് കടന്നു വരുമ്പോ അവിടെയുണ്ട് നമ്മുടെ ഭാര്യ. നല്ല കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രം ധരിച്ച് ഒന്ന് മുഖം നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, നമ്മുടെ വിഷമങ്ങളൊക്കെ പമ്പ കടന്നു, നമ്മുടെ ടെൻഷനൊക്കെ പമ്പ കടന്നു. ഭാര്യയുടെ മുഖം നോക്കുമ്പോൾ സന്തോഷം നൽകുന്ന ഭാര്യയാണോ, പൊന്നു സഹോദരി, നിനക്ക് സ്വർഗം പ്രതീക്ഷിക്കാം. അല്ലാതെ വീട്ടിലിരിക്കുമ്പോ ചീഞ്ഞു നാറിയ നൈറ്റിയും ചീഞ്ഞു നാറിയ വസ്ത്രവും പുറത്തിറങ്ങുമ്പോൾ വല്ലാത്ത ഒരു വേഷവിധാനം. നാട്ടുകാരെ കാണിക്കാനല്ല, ആൾക്കാരെ കാണിക്കാനല്ല, സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ സൗന്ദര്യം പ്രദർശിപ്പിക്കാനാണ് പരിശുദ്ധ മതം നമ്മോട് പഠിപ്പിച്ചത്. ഇതൊക്കെ പീഡനാണോ? ഇതൊക്കെ സ്വാതന്ത്ര്യം, അവരുടെ സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യലാണോ? നമ്മുടെ ചെങ്ങമ്പുഴ പാടിയൊരു പാട്ട് ഞാൻ ഓർത്തു പോവാണ്. നാരിമാർ നാരിമാർ നാണം കുണുങ്ങികൾ, വിശ്വാവിപത്തിന്റെ നേരായ വേരുകൾ, പെണ്ണൊരുത്തിയെ പടച്ചില്ലായിരുന്നുവെങ്കിൽ വിശ്വമെന്നേ സ്വർഗമായിരുന്നേനെ. ഇത് മുസ്ലിമായ കവി പാടിയതാണോ? ചെങ്ങമ്പുഴ പാടിയ പാട്ടാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? നാരിമാർ നാരിമാർ നാണം കുണുങ്ങികൾ, വിശ്വാവിപത്തിന്റെ നാരായ വേരുകൾ. ഇന്ന് ലോകത്തിന്റെ വിപത്തുകൾ ഉണ്ടാകാൻ കാരണം പെണ്ണാണെന്ന് പറയുന്നത് ചെങ്ങമ്പുഴ, റസൂലുള്ളാഹി തങ്ങളല്ല. നബി തങ്ങൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് നന്നായി പെരുമാറണേ എന്നാണ്. ഇനി വയസ്സായ ഉമ്മ, ആ ഉമ്മയോട് നിങ്ങൾ നന്നായി പെരുമാറണം. ഉമ്മുക തുമ്മ ഉമ്മുക തുമ്മ ഉമ്മുക, ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നീ നന്നായി പെരുമാറേണ്ടത് നിന്റെ ഉമ്മയോടാണ്, പിന്നെയാണ് ഉപ്പയോട്. എവിടെ നോക്കിയാലും ഇസ്ലാം പെണ്ണിന് സ്വാതന്ത്ര്യം നൽകിയിട്ടേ ഉള്ളൂ. എന്നിട്ട് പറയാൻ, പെണ്ണൊരുത്തിയെ പടച്ചില്ലായിരുന്നുവെങ്കിൽ വിശ്വമെന്നേ സ്വർഗമായിരുന്നേനെ. ഒരു പെണ്ണിനെ ലോകത്ത് പടച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ലോകം സ്വർഗമാകുമായിരുന്നു എന്ന് നമ്മളിതൊന്നും അംഗീകരിക്കുന്നില്ലേ? പെണ്ണുങ്ങൾ വെറും വൈകാരിക താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട ആളുകളല്ല. അത് ചില ആളുകൾ അങ്ങനെ പറയുന്നുണ്ട്. ഇസ്ലാം അങ്ങനെയല്ല. ഷേക്സ്പിയർ പറഞ്ഞുവല്ലോ, ഫ്രൈൽറ്റി തൈ നൈം ഈസ് വുമൺ, ചാപല്യമേ നിന്റെ പേരോ സ്ത്രീ. ചാപല്യം എന്ന പെണ്ണിനെ വിളിച്ചത് തന്നെ ഷേക്സ്പിയർ, ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ കുലപതിയാണ്. ഇതൊക്കെ കണ്ടിട്ടും ഇസ്ലാമിന്റെ എതിരെ തലക്ക് കയറാ. ഇസ്ലാമാണ് ഇവർക്ക് സ്വാതന്ത്ര്യം നൽകിയത്. ജനിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ ജനിച്ച മക്കളെ കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലത്തേക്ക് നബി തങ്ങൾ പറഞ്ഞു, ഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കളീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബി. ഒരു പെണ്ണ് ജനിച്ചു എന്ന് അറിയുമ്പോ നാട്ടുകാരുടെ മുമ്പിൽ കാണാതെ ഒളിച്ചൊളിച്ച് നടക്കുക, പമ്മി പമ്മി നടക്കുക.
എനിക്ക് പെൺകുട്ടിയാണ് ജനിച്ചത്, പിന്നെ ടൗണിൽ പോവില്ല, പിന്നെ ബസ് സ്റ്റാൻഡിൽ പോവില്ല, പിന്നെ ഒളിച്ചു നടക്കുക, പിന്നെ അവസരം കിട്ടുമ്പോ ഈ പെണ്ണിനെ കുഴിച്ചു മൂടി എന്നാലേ ഇവന് പുറത്തിറങ്ങൂ. ഇങ്ങനെയുള്ള ഒരു കാലത്ത് നോക്കി നബി തങ്ങൾ പറഞ്ഞു, മൻ ആല ജാരിയത്തൈൻ, 2 പെൺകുട്ടികളെ വളർത്തി അവളെ കല്യാണം കഴിച്ചു കൊടുത്തു, ഞാനും അവനും സ്വർഗത്തിൽ ഇത്രത്തോളം അടുത്തിരിക്കുമെന്ന്. ലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുഴിച്ചു മൂടല്ല. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഭക്ഷണം തരുന്നത് ഞാനാണെന്നും പഠിപ്പിച്ചത് പരിശുദ്ധ ഇസ്ലാമാണ്. അതുകൊണ്ട് പെണ്ണെ, ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യം ഒരു മതവും ഒരു പെണ്ണിനും നൽകിയിട്ടില്ല. പിന്നെ നിന്നോട് പർദ്ദ ധരിക്കാൻ പറഞ്ഞതെന്തേ? മുഖം മറച്ച് നടക്കാൻ പറഞ്ഞതെന്തേ? അത് വേറെന്തെങ്കിലും ആവശ്യത്തിനാണോ? അല്ല, നിന്റെ സേഫ്റ്റി, നിന്റെ സുരക്ഷ. നീ പവിത്രമാണ്, നീ പവിത്രമാണ്, നീ വല്ലാത്ത സംഭവമാണ്. അതുകൊണ്ട് നീ അങ്ങോട്ട് ആളുകൾ പീഡിപ്പിക്കുന്ന ഒരു ചരക്ക് വസ്തുവായി മാറാൻ പാടില്ല. നിനക്കൊരു ചാരിറ്റി ഉണ്ട്, ചാസ്റ്റിറ്റി ഉണ്ട്, നിനക്കൊരു പവിത്രതയുണ്ട്, നീ അത് സൂക്ഷിക്കുക. അതുകൊണ്ട് നീ പൊതിഞ്ഞ് നടക്കല്ലേ. ഒരു മിഠായി, പൊതിഞ്ഞ് വീണ മിഠായി ഉണ്ട്, പുതിയപ്പെടാത്ത മിഠായി വീണ് കിടക്കുന്നുണ്ട്. ഏതാ നമ്മൾ പെറുക്കിയെടുക്കുക? രണ്ടും എടുക്കാൻ പാടില്ലേ? വീണ് കിട്ടുന്നൊന്നും എടുക്കാൻ പാടില്ലേ? എന്നാലും ഞാൻ ചോദിക്കാൻ, നമ്മുടെ വീട്ടിൽ നിന്ന് കരുതുക, ഒരു മിഠായി അതിന്റെ കവറൊക്കെ എടുത്ത് ഒരു മിഠായി നിലത്ത് വീണ് കിടക്കുന്നുണ്ട്, മറ്റൊരു മിഠായി കവറൊക്കെ മൂടി കിടക്കുന്നു. നമ്മൾ എടുക്കുന്നത് കവർ മൂടിയ മിഠായിയാണ്. അല്ലാത്തതിൽ ഈച്ച പൊതിഞ്ഞിട്ടുണ്ടാകും, ഉറുമ്പുകൾ പൊതിഞ്ഞിട്ടുണ്ടാകും. അതേപോലെ ഈച്ചകളും ഉറുമ്പുകളും ഞരമ്പ് രോഗികളും നിന്നെ പൊതിയാൻ പാടില്ല. നീ സേവായിരിക്കണം എന്ന ലക്ഷ്യമാണ് പരിശുദ്ധ ഇസ്ലാമിനുള്ളത്. അള്ളാഹു നിലനിർത്തി തരട്ടെ. അള്ളാഹു ആ ബോധം നമ്മൾക്കൊക്കെ നൽകുമാറാവട്ടെ. അതിനു വേണ്ടിയാണ് ഈ ഭൗതിക കലാലയങ്ങളിലൊക്കെ പഠിപ്പിക്കുന്നതിന് പകരം എത്രയോ മതസ്ഥാപനങ്ങളുണ്ട്. പഠിപ്പിച്ചുകൂടെ? വഫിയ കോഴ്സുകളുണ്ട് നമ്മുടെ പെൺമക്കൾക്ക്. SSLC കഴിഞ്ഞ മക്കളൊന്ന് എക്സാം എഴുതിയാൽ +2 ഡിഗ്രി PG ഉണ്ടോന്നറിയില്ല, 5 വർഷത്തെ കോഴ്സാണ്. അവിടെ നല്ലൊരു ഉസ്താദ്, മൊയിലാർച്ചി എന്ന് നമ്മൾക്ക് പറയാം, നല്ലൊരു ഉസ്താദത്തായി, നല്ലൊരു ടീച്ചറായി അവൾ വരികയാണ്. ദീനീബോധമുണ്ട്, മതബോധമുണ്ട്. പഠിപ്പിച്ചുകൂടെ? ഈ വെറും മംഗലാപുരത്തേക്ക് രാവിലെ ട്രെയിനിൽ കയറി പോവുക, അവിടെ നടക്കുന്നതൊന്നും ഞാൻ പറയുന്നില്ല. എന്നിട്ട് എവിടെയൊക്കെയോ പഠിപ്പിക്കുക, ലക്ഷങ്ങൾ ചെലവഴിക്കുക. ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ദുനിയാവിലുണ്ടോ? അല്ല ആഖിറത്തിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ? ദുനിയാവിലും ആഖിറത്തിലും നേട്ടമുണ്ടാവാൻ നമ്മുടെ മക്കളെ നമ്മൾ ദീനി കോഴ്സുകൾ നൽകിക്കൂടെ? പെണ്ണുങ്ങൾക്ക് വഫിയ കോഴ്സുകളുണ്ട്, ദാറുൽ ഹുദയുടെ കീഴിലുള്ള സഹ്റവി കോഴ്സുകളുണ്ട്. ഇവിടെയൊക്കെ പഠിപ്പിച്ചുകൂടെ? നല്ല ദീനി ബോധമുള്ള ഉസ്താദുമാരായിട്ട് മക്കൾ വരട്ടെ. മസ്അല പറയുന്ന പെണ്ണുങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറട്ടെ. ആൺമക്കളെ ആണെങ്കിൽ ഹുദവി കോഴ്സുകളുണ്ട്. മാലിക് ദിനാർ ഇസ്ലാമിൽ അക്കാദമിയിൽ പഠിച്ച ആളാണ് ഞാൻ. തലങ്കരയിൽ സ്ഥിതി ചെയ്യുന്ന എൻ്റെ സുഹൃത്തുണ്ട് ഇവിടെ, ഇർഷാദ് ഹുദവി, അതേപോലെ മുഫീദ് ഹുദവി, അങ്ങനെ കുറെ ആളുകളുണ്ട് ഇവിടെ. മാലിക് ദിനാർ ഇസ്ലാമിക് അക്കാദമിയിൽ 10 വർഷം പഠിച്ചു. പിന്നെ 2 വർഷം PG പഠനത്തിന് വേണ്ടി മലപ്പുറത്ത് ചെമ്മാടിയിലുള്ള ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളുകളാണ്. പഠിപ്പിച്ചുകൂടെ നമ്മൾക്കൊക്കെ? 5 വയസ്സുള്ള കുട്ടികൾ മദ്രസ കഴിഞ്ഞാൽ അവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. നമ്മൾ പാസ്സായാൽ പിന്നെ നിങ്ങൾക്ക് തലച്ചോടില്ലല്ലോ. 12 വർഷം അതങ്ങോട്ട് പോയിക്കോളും. നിങ്ങൾക്ക് എന്തെങ്കിലും തലച്ചോടുണ്ടോ? എന്തെങ്കിലും ചെലവുണ്ടോ? ഇവിടെയാണെങ്കിലോ ഒരു ഇംഗ്ലീഷ് മീഡിയം 1ാം ക്ലാസ് പഠിപ്പിക്കണമെങ്കിൽ 25,000 രൂപ വർഷത്തില്. അതും നമ്മൾ ആലോചിക്കണം. പഠിച്ചോനെ, സ്കൂളിൽ പോയിട്ട് മര്യാദയ്ക്ക് പഠിക്കുന്നുണ്ടോ? മര്യാദയ്ക്ക് തിരിച്ചു വരുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് നടക്കുമോ? അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോവോ? SSLC ആകുമ്പോഴേക്കും 40ഉം 50ഉമായി നമ്മുടെ സ്കൂളിന്റെ തുകകൾ. ഇതൊന്നും തലച്ചോടില്ലാതെ, ഒരു ചെലവുമില്ലാതെ ദീനും മതവും ഉൾക്കൊള്ളിച്ച് നമ്മൾക്ക് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് ഉണ്ട്, ഉറുദു ഉണ്ട്, അറബിയുണ്ട്, മലയാളമുണ്ട്, ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, കണക്കുകളുണ്ട്, മാത്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, കിതാബുകളുണ്ട്, ഹദീസുകളുണ്ട്, ഖുർആനുണ്ട്. പഠിപ്പിച്ചുകൂടെ? നമ്മുടെ കാലിന്റെ തുമ്പിൽ, കാലിന്റെ വിരൽ ചുവട്ടിൽ ഇഷ്ടം പോലെ കൂണുപോലെ മത ഭൗതിക സമന്വയ സ്ഥാപനങ്ങൾ മലബാർ ഇസ്ലാമിക് അക്കാദമി കോംപ്ലക്സ് ഉണ്ട് ചട്ടഞ്ചാലിൽ. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് ദുനിയാവിന്റെ പിന്നാലെ പോയി, ഭൗതികതയുടെ പിന്നാലെ പോയി, മക്കൾക്ക് ദീനൊന്നും തിരിഞ്ഞില്ല. പിന്നെ പൊട്ട് ധരിച്ചാൽ എന്താ, തലയിൽ തട്ടം ധരിച്ചാൽ എന്താ? ഇല്ല, അതൊന്നും കുഴപ്പമില്ല, എനിക്ക് എന്റെ കാമുകം മതി എന്ന് ഒളിച്ചോടി ഇല്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള ദീനി ബോധമുള്ള മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റുക. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത്, അവളുടെ നിതംബങ്ങളെ, അവളുടെ മുലയെ അല്ലാഹു തആല നരകത്തിൽ ഇങ്ങനെ പിടിച്ചു കെട്ടി വെച്ചിട്ടുണ്ട്.
വമുഅല്ലഖതൻ ബിസദിഹാ, അവളുടെ ചെസ്റ്റിനെ, അവളുടെ ബ്രസ്റ്റിനെ അല്ലാഹു തആല നാളെ നരകത്തിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ഫാത്തിമ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആരാണ് ആ പെണ്ണ് എന്ന് പറഞ്ഞു തരുമോ? നിതംബങ്ങളെ നരകത്തിൽ ഇങ്ങനെ കെട്ടിവെച്ച് അല്ലാഹു ശിക്ഷിക്കുന്ന പെണ്ണാരാണെന്ന് പറഞ്ഞു തരുമോ നബിയെ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അൽ മുഅല്ലഖതു ബിസദീഹാ, മാറിടങ്ങളെ പിടിച്ചു കെട്ടിയ പെണ്ണാരാണെന്നറിയോ? സ്തനങ്ങളെ പിടിച്ചു കെട്ടിയ പെണ്ണാണ് ആരാണെന്നറിയോ? കാനത് തംതനിഉ അൻ ഫിറാശി സൗജിഹാ, എന്തെങ്കിലും ചൊടിയോ ദേഷ്യമോ ദുഃഖമോ ഉണ്ടാകുമ്പോ ഭർത്താവിന്റെ ആവശ്യങ്ങൾ വീട്ടിക്കൊടുക്കാതെ ഭർത്താവിന്റെ വിരിപ്പിനെ തൊട്ട് തടയുന്ന പെണ്ണാണത്. ഭർത്താവിന്റെ ആവശ്യങ്ങളോ വാക്കുകളോ വിലകൽപ്പിക്കാതെ ഭർത്താവിനോട് പിണങ്ങി കിടന്നുറങ്ങുന്ന പെണ്ണെ, അല്ലാഹു നാളെ നിനക്കും സ്വർഗം നൽകാൻ പോകുന്നില്ല. കഴിഞ്ഞു പോയതൊക്കെ നീ മറന്നേക്ക്. അല്ലാഹുവിനോട് തൗബ ചെയ്ത് ഭർത്താവിനോട് മാപ്പ് ചോദിച്ച് മടങ്ങ്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള കാലം ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾക്ക് പ്രതിജ്ഞ എടുത്തുകൂടെ? ഭർത്താവിനോട് പിണങ്ങി കിടന്നുറങ്ങുന്ന പെണ്ണ്, ഭർത്താവിനോട് പിണങ്ങി സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് വരാതെ ആഴ്ചകളോളം മാസങ്ങളോളം സമ്മതമില്ലാതെ അവിടെ തന്നെ താമസിക്കുന്ന പെണ്ണ്, അല്ലെങ്കിൽ രണ്ടുപേരും ഒരു ബെഡിൽ തന്നെയാണ് കിടക്കുന്നത്, ഒന്നങ്ങോട്ട് നോക്കുന്നുണ്ട്, മറ്റൊന്നങ്ങോട്ട് നോക്കി പിണങ്ങി കിടന്നുറങ്ങുകയാണ്. ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഭർത്താവിനെ വെറുപ്പിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഭർത്താവിന്റെ ശാരീരിക ആവശ്യങ്ങൾക്ക് നീ വഴങ്ങാതെ കിടന്നുറങ്ങിയാൽ അല്ലാഹു നാളെ നിന്റെ നിതംബങ്ങളെ, നിന്റെ സ്തനങ്ങളെ, നിന്റെ മാറിടങ്ങളെ നാളെ നരകലോകത്ത് ബന്ധിച്ചുകൊണ്ട് നിന്നെ ശിക്ഷിക്കുമെന്ന് റസൂലുള്ളാഹ്. നമ്മൾ പെടരുത്. ഇങ്ങനെയുള്ള തെറ്റുകളിലോ കുറ്റങ്ങളിലോ നമ്മൾ അകപ്പെടാൻ പാടില്ല. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. കഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. നാലാമതൊരു പെണ്ണ്, അല്ലാഹുവിന്റെ ഹബീബ് കരയാൻ. എങ്ങനെ കരയാതിരിക്കും? ഈ സംഭവങ്ങളൊക്കെ കണ്ണുകൊണ്ട് കാണാൻ. ഏതോ ഒരു പെണ്ണങ്ങോട്ട് വിളിച്ചോടുമ്പോ നമ്മുടെ മനസ്സിൽ വിഷമം വരുന്നുണ്ട്, അല്ലേ? നമ്മുടെ മക്കളല്ല, നമ്മുടെ കുടുംബമല്ല, ഒരു മുസ്ലിമായി പോയതിന്റെ പേരിൽ ഞങ്ങൾക്ക് പോലും ദുഃഖം സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു വാർത്ത ഞങ്ങൾക്ക് വായിക്കാനുള്ള ത്രാണിയില്ലാത്ത എത്രയോ ചെറുപ്പക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ ഒരു വാർത്ത എനിക്ക് അക്കല്ല, എനിക്കത് വായിക്കാനുള്ള ചെങ്കൂറ്റമില്ല, അതിനുള്ള ത്രാണിയിൽ എനിക്ക് വിഷമമാണ്. അത് കണ്ടാ പിന്നെ എനിക്ക് 2 ദിവസം ഉറക്കു വരൂല. എന്ത് വാർത്തയാണിത്? മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി എന്നൊരു വാർത്ത വായിക്കാൻ പോലും ധൈര്യമില്ലാത്ത ചെറുപ്പക്കാരുണ്ട്. മക്കളാണോ അല്ല, ഭാര്യയാണോ അല്ല, കുടുംബമാണോ അല്ല, ഒരു മുസ്ലിമത്തായതിന്റെ പേരിൽ എങ്കിലാ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും കുടുംബങ്ങൾക്കുള്ള വിഷമം പറയണോ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റ് വരരുത്. നമ്മുടെ ഭാഗത്ത് നിന്ന് പാളിച്ചകളോ വീഴ്ചകളോ വരാൻ പാടില്ല. നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വറഅയ്തു ഇംറഅതൻ തഅകുലു ലഹ്മ ജസദിഹാ വന്നാറു തൂഖദു മിൻ തഹ്തിഹാ. ഒരു പെണ്ണവിടെയുണ്ട് നരകത്തിൽ. അല്ലാഹുവിന്റെ ഹബീബ് ഇതൊക്കെ കാണുകയാണ്. അവൾ ഇങ്ങനെ നരകത്തിൽ കിടന്നുകൊണ്ട് പിടയുന്നത്, അവൾ അട്ടഹസിക്കുന്നത്, വെപ്രാളപ്പെടുന്നത്, ഒച്ചവെക്കുന്നത്, അവളുടെ ശരീരത്തിന്റെ വേദനകൾ അനുഭവിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബ് കണ്ടപ്പോൾ കരഞ്ഞു പോയി. നാലാമത്തെ പെണ്ണ് തഅകുലു ലഹ്മ ജസദിഹാ, സ്വന്തം ശരീരത്തിന്റെ ഇറച്ചിയെ അവൾ കഴിക്കുന്നുണ്ട്, കാർന്ന് തിന്നുന്നുണ്ട്. സ്വന്തം ശരീരം കടിച്ചു തിന്നാൻ പറ്റുമോ? നമ്മൾ കടിച്ചു തിന്നോ? വിശന്നാ നമ്മൾ ശരീരം കടിച്ചു തിന്നോ? സ്വന്തം ശരീരവും ഇറച്ചിയും മാംസവും പല്ലുകൊണ്ട് കടിച്ചു കടിച്ചു തിന്നുന്നു. അവളുടെ താഴെ നിന്ന് തീ ഇങ്ങനെ കത്തിക്കുന്നുണ്ട്. നല്ലൊരു അൽഫാമായി, നല്ലൊരു ഷവായിയായി, നല്ലൊരു ഗ്രിൽ ചിക്കനായി, അല്ലേ? ചിക്കൻ ആവില്ലല്ലോ മനുഷ്യനല്ലേ? തീയിലിട്ടിങ്ങനെ പൊരിക്കുക, ശരീരമൊക്കെ ഇങ്ങനെ വെന്തിട്ടുണ്ട്, അതിങ്ങനെ കഴിക്കന്നെ നമ്മൾ. ആരാണ് ആ പെണ്ണ്? അല്ലാഹുവിന്റെ ഹബീബേ, ആ പെണ്ണ് ചെയ്ത തെറ്റ എന്താണെന്ന് പറഞ്ഞു തരുമോ? മതി, എനിക്ക് കേൾക്കാനുള്ള ത്രാണിയില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, നബിയേ, ആരാണ് ആ പെണ്ണെന്നൊന്ന് പറഞ്ഞു തരുമോ?
അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ തുടങ്ങി, അല്ലതീ തഅകുലു ലഹ്മ ജസദിഹാ, സ്വന്തം ശരീരം കാർന്നു തിന്നുന്ന പെണ്ണാരാണെന്നറിയോ? ഫഇന്നഹാ കാനത് തുസയ്യിനു ബദനഹാ ലിന്നാസ്, ആളുകൾ കാണാൻ വേണ്ടി ശരീരത്തിന്റെ ഭംഗി പ്രദർശിപ്പിക്കുന്ന പെണ്ണാണത്. നേരത്തെ പറഞ്ഞു, വീട്ടിലിരിക്കുമ്പോൾ ചിഞ്ഞു നാറുന്ന നെറ്റിയോ ചൂരിദാറോ അത് ഇസ്തിരിട്ടിട്ടില്ല, അത് അലക്കിയിട്ടില്ല, അതിൽ സുഗന്ധം പൂശിയിട്ടില്ല. വീട്ടിലിരിക്കുമ്പോൾ എന്തൊക്കെയോ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് എന്നാൽ അങ്ങാടിക്ക് പോവാൻ, ഞാനും വരുന്നു. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് ഭർത്താവ് വെയിറ്റ് ചെയ്യുന്നേ, ഇവൾക്ക് കുളിക്കണം, ഡ്രസ് അയൺ ചെയ്യണം, ഫൗണ്ടേഷൻ വേണം, പൗഡർ വേണം, യാ അല്ലാഹ് ഐലൈനർ വേണം, ലിപ്സ്റ്റിക് വേണം, ഇതൊക്കെ തേച്ച് പുറത്തിറങ്ങാൻ. വീട്ടിലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തിനാണത്? എന്താണതിന്റെ ആവശ്യം? ആരെ കാണിക്കാനാണ്? ഭർത്താവിന്റെ മുമ്പിലല്ലേ സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ടത്. നീ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ, ജോലി കഴിഞ്ഞോ ഗൾഫിൽ നിന്നോ നാട്ടിൽ നിന്നോ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ഭർത്താവ് വരുന്നു എന്നറിയുമ്പോ നിനക്ക് കുളിക്കാം, അയൺ ചെയ്ത വസ്ത്രം ധരിക്കാം, സുഗന്ധം പൂശാം, ഒരു കുഴപ്പമില്ല. നീ അങ്ങാടിക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകം ഒരു ചമഞ്ഞൊരുങ്ങൽ. എന്താണ് അതിന്റെ അർത്ഥം? കല്യാണത്തിന് പോകുന്നു എന്ന് പറയുമ്പോൾ പ്രത്യേകം ഒരു ചമഞ്ഞൊരുങ്ങൽ. മയ്യത്ത് കാണാൻ വേണ്ടി പോകുമ്പോൾ വരെ പൗഡർ ഇടാതെ പെണ്ണിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇത് നടക്കുന്നില്ലേ? ഇത് നടക്കുന്നില്ല. ഇത് ആരെ കാണിക്കാനായി ഭംഗിയാവൽ? നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിലേക്ക് പോകുന്ന ഫുഡാണത്, ഭക്ഷണമാണ്. രാജാവിനെ പോലെ കഴിക്കേണ്ട ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ്. അതൊഴിവാക്കാൻ പാടില്ല. മന്ദബുദ്ധിയാകും. പിന്നെ നീ SSLCക്ക് പുസ്തകം പിടിച്ച് റൂം നിറയെ വീട് നിറയെ നടന്ന് പഠിച്ചിട്ട് കാര്യമില്ല. എന്തേ? നീ നിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള തിരക്കിൽ നാസ്ത കഴിക്കാൻ നിനക്ക് മറന്നുപോയി. അപ്പോഴേക്കും നിന്റെ ബ്രെയിനിന് തകരാറ് സംഭവിച്ചു. പിന്നെ നീ പുസ്തകം പഠിച്ചിട്ട് കാര്യമില്ല, പഠിയൂല. തസഹറൂ ഫഇന്ന ഫീഹി ബറക. പരിശുദ്ധമായ റമദാൻ മാസത്തിലും സുന്നത്ത് നോമ്പുകൾ എടുക്കുമ്പോഴും നിങ്ങൾ അത്താഴം കഴിക്കണേ, അതിൽ ബറക്കത്തുണ്ട്. ഇത് എന്തേ നബി തങ്ങൾ പറഞ്ഞു? വെറുതെ പറഞ്ഞതാണോ? തസഹറൂ ഫഇന്ന ഫീഹി ബറക. നമ്മള് മസിൽ പിടിക്കാറുണ്ട്. ഞാൻ അത്താഴൊന്നും കഴിക്കാറില്ല, ഞാൻ അങ്ങനെ നോമ്പ് പിടിക്കുന്ന ആളാണ്, ഞാൻ ഇന്നാലുന്ന ആളാണ്, അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ ബമ്പ് പറയാറുണ്ടല്ലോ, ബൂസ്റ്റ് ചെയ്യാറുണ്ടല്ലോ. അത്താഴം കഴിക്കാതെ ഞാൻ 30 നോമ്പ് നോക്കി. പൊന്നു സഹോദരൻ, അതൊന്നും ഒരു ക്രെഡിറ്റ് അല്ല. തസഹറു, നീ അത്താഴം കഴിക്ക്. എന്തേ? ഫഇന്ന ഫീഹി ബറക, അതിൽ ബർക്കത്തുണ്ട്. അതാണ് ആധുനിക ആരോഗ്യശാസ്ത്രം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. നാസ്ത കഴിക്കണം, അത് ബ്രെയിൻ ഫുഡാണ്. അത് ഒഴിവാക്കിയാൽ ബ്രെയിനിന് തകരാറ് സംഭവിക്കും. ലഞ്ച് അതും കഴിക്കണം, ഉച്ചഭക്ഷണം അതും അല്പം കഴിക്കണം. പിന്നെ രാത്രി ഡിന്നർ അത് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അത് കുറച്ച് കഴിച്ചാൽ മതി. നമ്മൾ നേരെ ഓപ്പോസിറ്റായി മാറി, അല്ലേ? രാത്രിയാകുമ്പോ എല്ലാ നമ്മുടെ എന്താ പറയാ ബേക്കറികളും നമ്മുടെ ഫാസ്റ്റ് ഫുഡ് ഹോട്ടലുകളൊക്കെ തുറന്നു വൈകുന്നേരമാകുമ്പോ. പിന്നെ ചെറുപ്പക്കാർക്ക് എന്താ പണ്ടേ? പിന്നെ ഷവർമയായി, പിന്നെ അൽഫാമും ഗ്രിൽ ചിക്കനൊക്കെ കൂട്ടമായി അടിക്കുക, പെപ്സി കുടിക്കുക, സെവനപ്പ് അടിക്കുക, സീസർ വലിക്കുക, കടന്നുറങ്ങുക 12 മണിക്ക്. രാത്രി കുറച്ച് കഴിക്കുന്ന, രാത്രി കുറച്ചേ കഴിക്കാൻ പാടുള്ളൂ. നാസ്ത നന്നായി കഴിക്കണം. അത് ശരീരത്തിന് പുഷ്ടി നൽകുന്ന, നറിഷ്മെന്റ് നൽകുന്ന ഭക്ഷണമാണ്. അത് നീ നന്നായി കഴിക്കും. രാവിലെ എണീറ്റ ഉടനെ ഒരു 4 ഗ്ലാസ് വെള്ളം കുടിക്കുന്നീ, അത് നിന്റെ ശരീരത്തിന് നല്ലതാണ്, നിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണത്. രാവിലെ എണീറ്റ ഉടനെ 4 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഒരു കട്ടൻ ചായ, ബെഡ് കോഫി എന്ന് പറയുന്ന കട്ടൻ ചായ കുടിക്കുന്നതിന് മുമ്പും ഒരു 4 ഗ്ലാസ് വെള്ളം കുടിക്കുക. അത് പറ്റുന്നില്ല, 2 ഗ്ലാസ് കുടിക്ക്. അത് ശരീരത്തിന്റെ വിഷലിപ്തമായ രാസവസ്തുക്കൾ ഇഴിഞ്ഞു പോകാൻ കാരണമാണ്. ചെയ്തുകൂടെ? ആരോഗ്യത്തിന് നല്ലതാണത്, ശോധന കിട്ടാൻ നല്ലതാണത്. അതുകൊണ്ട് രാവിലെ എണീറ്റ ഉടനെ 2 ഗ്ലാസോ 4 ഗ്ലാസോ വെള്ളം കുടിക്കുക. പിന്നെയാവാം കട്ടൻ ചായ ഒക്കെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പൊന്നു സഹോദരി, നീ നിന്റെ സൗന്ദര്യം ചെറുപ്പക്കാർക്കോ നാട്ടുകാർക്കോ ക്ലാസ്മേറ്റിനോ കോളേജ് മേറ്റിനോ കാണിച്ചിട്ട് നീ ഏറിപ്പോയ ഒരു 10-15 വർഷം നടക്കും. പിന്നെ കല്യാണം കഴിഞ്ഞ് ഗർഭിണിയാകുമ്പോൾ നടുവേദന, പിന്നെ മുട്ടുവേദന, പിന്നെ നടക്കാൻ പറ്റുന്നില്ല, പിന്നെ ഓപ്പറേഷൻ ഒക്കെ സിസേറിയനാണ്, ഡെലിവറി നടക്കുന്നില്ല. ഇന്നലെ ഒരു വോളിബോൾ കളിക്കുന്ന ഒരു പെണ്ണ് ബാത്റൂമിൽ വെച്ച് പ്രസവിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ? ആ കുഞ്ഞിനെ ഒരു കുറ്റിക്കാട്ടിൽ വലിച്ചെറിഞ്ഞു, പെണ്ണ് കളിക്കാൻ പോയി. നമ്മുടെ പെണ്ണുങ്ങളോ പ്രസവിച്ചിട്ട് 2 മാസം കിടക്കാതെ എണീക്കാൻ പറ്റുമോ? ബാത്റൂമിൽ പ്രസവിച്ചു, ഡോക്ടർ ഇല്ല സഹായിക്കുന്ന. ഇത് ഇന്നലെ 2 ദിവസം മുമ്പ് വായിച്ച വാർത്തയാണ്, ഇത് നുണയല്ല.
ബാത്റൂമിൽ പ്രസവിച്ചു, എന്നിട്ട് കുറ്റിക്കാട്ടിൽ വലിച്ചെറിഞ്ഞു. അതുവഴി നടക്കുന്ന ആളുകൾ കുട്ടിയുടെ കരച്ചിൽ കേട്ട് നോക്കുമ്പോൾ ഒരു കുട്ടിയാണ് അവിടെ. പിന്നെ കുട്ടി രക്തം നോക്കി അത് ചീസ് ചെയ്ത് വന്നു. അങ്ങനെ എത്തുമ്പോ ബാത്റൂമിലാണ് പ്രസവിച്ചത് എന്ന് മനസ്സിലായി. ഉമ്മയെയും പിടിച്ചു, ഉമ്മയെ കൊണ്ടുപോയി. ഉമ്മ വോളിബോൾ കളിക്കുകയാണ്. വിദേശത്തൊക്കെ അറബി പെണ്ണുങ്ങൾ ഇന്ന് പ്രസവിച്ച നാളെ കാർ ഡ്രൈവ് ചെയ്ത് വരുന്ന നമ്മുടെ പെണ്ണുങ്ങൾക്ക് ആരോഗ്യമില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണത്തിന്റെ ശൈലി തന്നെ വളരെ ഡേഞ്ചറസ് ആണ്, അപകടമാണ്. എരിവും പുളിവും ഷുഗറും ഇതൊക്കെ വരാണ്. തുർക്കിക്കാരൊക്കെ ഭക്ഷണം കഴിക്കുന്നത് കണ്ട നമ്മൾ നെട്ടിപ്പോകും. ബ്രെഡ്, ജാം ഇതൊക്കെ കഴിച്ചാണ് ടർക്കിഷ് ആളുകൾ. അവർക്കൊന്നും രോഗം വരാറില്ലെന്ന്. അവിടെയൊക്കെ ഹോസ്പിറ്റൽ കുറവാണ്. ഹെൽത്തി ബോഡിയാണ്, നല്ല ആരോഗ്യമുള്ള ശരീരമാണ്. നമ്മൾ ഈ എരിവും പുളിവും എത്ര ഭക്ഷണത്തിന് ടേസ്റ്റ് കൂടുന്നുണ്ടോ അത്രയും രോഗം വരാൻ കാരണമാണെന്നാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മധുര 17കാരികൾ, കോളേജ് കുമാരികൾ, ഇവരോട് ഞാൻ പറയാൻ, നിങ്ങൾ സ്കൂളിൽ പോയിക്കോ, മുഖം മറച്ചു പോ. പർദ്ദ തിരിച്ച് മുഖം മറച്ച് പോയാൽ പിന്നെ പൗഡറിന്റെ ആവശ്യമുണ്ടോ? ഐലൈനറുടെ ആവശ്യമുണ്ടോ? നാസ്ത ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടോ? നാസ്ത ഏതായാലും കഴിക്കൂല, എന്നാൽ ലഞ്ച് കൊണ്ടുപോകും, അതുമില്ല. രാവിലെ ഇന്നലെ രാത്രി കഴിച്ചതാണ്, പിന്നെ വൈകുന്നേരമോ രാത്രിയോ വീട്ടിൽ നിന്ന് കഴിക്കുക. മന്ദബുദ്ധിയുണ്ടാകും, ബുദ്ധിയുടെ ശക്തി കുറയും പെണ്ണെ. അതൊന്നും ചെയ്യല്ല. നന്നായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, നന്നായി ലഞ്ച് കഴിക്കണം. നിന്റെ രാത്രി ഭക്ഷണം അല്പം കുറച്ചാലും കുഴപ്പമില്ല.